വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മദ്യലഹരിയിൽ യാത്രക്കാരുടെ പരാക്രമം റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. അതിലിതാ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടില്ല. വിമാന കമ്പനി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ 3 പേരിൽ 2 പേർക്കെതിരെയാണ് കേസെടുക്കാൻ വൈകുന്നത്. 3 പേരുടെയും പരാക്രമ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ യുവതി പരാതി നൽകിയെങ്കിലും കണ്ണൂർ സ്വദേശി സന്തോഷിനെതിരെ മാത്രമാണ് കേസെടുത്തത്. കേസ് ഒത്തുതീർപ്പാക്കാനും പ്രതികൾ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. പ്രതികൾ പ്രബലരെന്ന് തെളിയിക്കാനും തുടക്കത്തിൽ പോലീസ് ശ്രമിച്ചു എന്നതാണ് പരാതിക്കാരി പറയുന്നത്. കേരള പോലീസ് എന്ന വ്യാജേനയായിരുന്നു യുവാക്കളുടെ അതിക്രമം എന്നതുകൂടി ഓർക്കണം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 3 പേർ ഈ യുവതിക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും അവിടെ വിമാനത്താവളത്തിൽ പരാക്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരാൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലേബി സജീന്ദ്രനാണ് ചേരുന്നത്. ലേബി, എന്തൊരു തോന്നിവാസമാണ് ഇതെന്ന് ചോദിക്കാതെ വയ്യ. കാരണം ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഒരാൾക്കെതിരെ മാത്രം കേസെടുക്കുകയാണ്. മറ്റ് 2 പേർക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കേസ് ഒതുക്കി തീർക്കാൻ മറുഭാഗത്ത് പ്രബലരാണ് എന്നതൊക്കെയാണത്രേ ഈ പരാതിക്കാരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ്. വിനീത, ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ 24-ന് അർദ്ധരാത്രിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ 3 യാത്രക്കാർ വിമാന കമ്പനി ജീവനക്കാരിയോട് ഏറ്റവും മോശമായ രീതിയിൽ അശ്ലീല ചുവയോടുകൂടി അസഭ്യവർഷം ചൊരിഞ്ഞത്. 1 മണിക്കൂറോളം ഈ യുവതിയായിട്ട് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ശരീരത്തേക്ക് വൃത്തികെട്ട രീതിയിൽ ഏറ്റവും അശ്ലീല ചുവയോടുകൂടി നോക്കി സംസാരിച്ചുകൊണ്ട് എത്ര രൂപയാണ് ശരീരത്തിന് വിലയിടുന്നത് എന്നാണ് ചോദിച്ചത്. അതിലൊരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. തുടർന്ന് അങ്ങോട്ടുള്ള ഓഡിയോ സംഭാഷണങ്ങളൊന്നും നമുക്ക് പുറത്ത് കേൾപ്പിക്കാൻ സാധിക്കുന്നതില്ല. അത്തരത്തിൽ ആ പെൺകുട്ടിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ ഹനിക്കുന്ന രീതിയിലാണ് മുഴുവൻ സമയവും അശ്ലീല പ്രയോഗം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ സന്തോഷ് എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയായ ഒരാൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 പേർക്കെതിരെ എഫ്ഐആറിൽ വിവരമൊന്നുമില്ല. ഒരാൾക്കെതിരെ കുറ്റം ചുമത്തിയതിന്റെ എഫ്ഐആർ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് വിനീത, ഈ പരാതി 23-ാം തീയതി അർദ്ധരാത്രിക്ക് വിമാനത്താവളത്തിൽ ഉണ്ടായി. ഈ പരാതി അന്ന് ഇവർ 3 പേരും ഈ മദ്യ ലഹരിയിൽ ഇത്തരത്തിൽ പരാക്രമം കാണിക്കുമ്പോൾ ഇവർ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത് കേരള പോലീസാണ്. CJP സമരത്തെ നേരിടാനായി ഡൽഹിക്ക് പോകുന്ന കേരള പോലീസ് അംഗങ്ങളെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനോ ഇവരാരാണെന്ന് കണ്ടെത്താനോ ഒന്നും വിമാനത്താവള കമ്പനി അധികൃതർ മുതിരുന്നില്ല, CASF മുതിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് CASF ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഇരുമ്പ് ദണ്ടുകൾ പിടികൂടുകയും ചെയ്തു. എന്നിട്ടും ഇത്തരം ക്രിമിനൽ വാസനയുള്ള ഇവരെ 3 പേരെയും കേസെടുക്കാതെ വിട്ടയക്കുകയാണ് ചെയ്തത്. അന്ന് യുവതി പോലീസ് എയ്ഡ് പോസ്റ്റിൽ പരാതിപ്പെട്ടപ്പോൾ പ്രബലരാണ് എന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി വളരെ സമർത്ഥയായ മിടുക്കിയായ ഈ പെൺകുട്ടി പരാതി നൽകുന്നു. പരാതി നൽകുമ്പോഴും അത് ആ വീഡിയോ അതിന്റെ നശിപ്പിച്ചു കൊള്ളാമെന്നുള്ള ഒരു വ്യവസ്ഥയിൽ ഈ കുട്ടിയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. റിപ്പോർട്ടർ നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം ഇത് സംപ്രേഷണം ചെയ്തതിനെ തുടർന്നാണ് പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തപ്പോഴും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരാൾക്കെതിരെ മാത്രം കേസ്. എവിടെയാണ് 2 പേർ വിനീത? ആ 2 പേർ ആരാണ്? ഈ സന്തോഷ് എന്ന് പറയുന്ന ആൾ കണ്ണൂർ സ്വദേശിയാണെന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് 3 പേരുടെയും മുഖങ്ങൾ വളരെ വ്യക്തമാണ്. എന്നിട്ടും ഒരാൾക്കെതിരെ മാത്രം കേസ്. ഈ പോലീസ് പ്രബലർ എന്ന് ഭയക്കുന്ന ഇവർ ആരൊക്കെയാണ്? ഇവരുടെ ഐഡന്റിറ്റി എന്താണ്? കൂടുതൽ വിവരങ്ങൾ ഈ 2 പേരെ എന്തുകൊണ്ട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി? ഇതിനൊക്കെ തീർച്ചയായും പോലീസ് തന്നെ ഉത്തരം പറയേണ്ടതാണ്. അത് മാത്രമല്ല, വിമാനത്താവള കമ്പനി അധികൃതരാവട്ടെ CISF ആകട്ടെ എന്തുകൊണ്ടാണ് കേസെടുക്കാതെ അന്ന് വിട്ടയച്ചു? അതിനും ഉത്തരമില്ല. ഏതായാലും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടും വരെ ഈ കുട്ടി ഇപ്പോൾ നിയമ പോരാട്ടവുമായി പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്ര ഹീനമായി സ്ത്രീത്വത്തെ അപമാനിച്ച ഇവർ 3 പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം കൂടിയാണ് വിനീത. ശരി, അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത്രമേൽ അധിക്ഷേപം ചൊരിഞ്ഞിട്ടും ഒരാൾക്കെതിരെ മാത്രം കേസെടുത്തിരിക്കുന്നു എന്നതാണ് പോലീസ്. മാത്രമല്ല, കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നതാണ്. ലേബി സജീന്ദ്രൻ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്